വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. വീട്ടിലെത്തിയതും താനും ദക്ഷും മാറ്റിയും കൂടി ഒരു കൊച്ചു സദ്യ തന്നെ ഒരുക്കിയിരുന്നു. ഉച്ചയായപ്പോഴേക്കും തൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒപ്പം ലക്ഷ്മിയമ്മയും ഹരിയച്ചനും മാജിവേട്ടനും വന്നിരുന്നു. എല്ലാവരും കൂടിയായിരുന്നു പിറന്നാൾ സദ്യ കഴിച്ചത്. രാത്രിയായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. ആദ്യം കട്ട് ചെയ്തെടുത്ത പീസ് കുഞ്ഞൻ തന്നെ ആദ്യം കഴിച്ചതും കുഞ്ഞൻ്റെ പ്രവൃത്തിയിൽ എല്ലാവരും ചിരിച്ചിരുന്നു. എല്ലാവരുടെയും ചിരി കണ്ട് കാര്യം മനസ്സിലാക്കാതെ ക്രീം പറ്റിയ മുഖത്തോടെ കുഞ്ഞിപ്പല്ല് കാണിച്ച് ചിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് എല്ലാവരുടെയും ചിരിയും പൊട്ടിച്ചിരിയായി മാറി. തൻ്റെയും ദക്ഷിൻ്റെയും വകയായിട്ട് ആളുടെ കഴുത്തിലുള്ള ചെയിൻ മാറ്റി ദക്ഷിൻ്റെ പോലെ ആനക്കൊമ്പിൻ്റെ ലോക്കറ്റോട് കൂടിയുള്ള വലിയൊരു ചെയിൻ ഇട്ട് കൊടുത്തു. സ്വർണത്തിൻ്റെ ഇടിവള പോലെയുള്ളൊരു വള ലക്ഷ്മിയമ്മയും ഹരിയച്ചനും കുഞ്ഞിന് നൽകിയത്. തൻ്റെ വീട്ടിൽ നിന്നും കുഞ്ഞിനൊരു ബ്രേസ്ലെറ്റ് ആയിരുന്നു കിട്ടിയത്. ആൻറ്റിയുടെ വക ടോയായിരുന്നു ഗിഫ്റ്റ്. ഇതൊക്കെ കിട്ടിയെങ്കിലും മജുവേട്ടൻ്റെ ഗിഫ്റ്റ് കിട്ടിയപ്പോഴാണ് കുഞ്ഞിൻ്റെ മുഖം തെളിഞ്ഞത്. അല്ലെങ്കിലേ ദക്ഷിണെ പോലെ വണ്ടിപ്രിയനായ കുഞ്ഞൻ അത് കണ്ടതും സന്തോഷത്തിൽ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങിയിരുന്നു. ഒപ്പം മുഖത്തുള്ള ക്രീമെല്ലാം മുമ്പ് വെച്ച് അജുവേട്ടൻ്റെ മുഖത്താക്കി. 2 ദിവസം അവിടെ നിന്നതിന് ശേഷമാണ് എല്ലാവരും തിരികെ പോയത്. അവരൊക്കെ പോണത് കണ്ട് കുഞ്ഞൻ കൂടെ പോകാൻ തുനിഞ്ഞുവെങ്കിലും താനും ദക്ഷം പോരുന്നില്ലെന്നറിഞ്ഞതും ആള് പിന്നെ പോകാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരുന്നു. കുഞ്ഞാ, കുറച്ചു നേരമായിട്ട് ആളുടെ നനക്കവും കാണാതെ വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ഒന്നും കിട്ടാതെ വന്നത് റൂമിലേക്ക് വന്നതും കാണുന്നത് കൺവശിയാകെ മേലെ തേച്ച് നിൽക്കുന്ന കുഞ്ഞിനെയാണ്. എന്താ അമ്പൂട്ടാ ഇത്? കുഞ്ഞിനെ എടുത്ത് ബെഡിലിരുത്തി ആളുടെ മുഖത്തും കയ്യിലും പറ്റിയ കൺവശി തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചതും കുഞ്ഞിനൊന്നും പറയാതെ തൻ്റെ മേലേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും പൂപ്പി ചാടിത്തുള്ളി വന്നതും കരി തേച്ച് വെച്ച പൂപ്പിയുടെ മുഖം കണ്ട് കുഞ്ഞിനെ കൂർപ്പിച്ച് നോക്കി. പൂപ്പിക്ക് പൊട്ടിട്ട് കൊടുത്തതാണ്. ഇങ്ങനെയാണ് കുറുമ്പ പൊട്ടിട്ട് കൊടുക്കുന്നത്? ഒണ്ണിവരിൽ ഇക്കിളിയിട്ട് കൊണ്ട് ചോദിച്ചതും ആള് പൊട്ടിച്ചിരിച്ച് തൻ്റെ തോളിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു. കുഞ്ഞിനെ ഫ്രഷാക്കി ദേഹത്ത് പറ്റിയ കൺമഷിയെല്ലാം കളഞ്ഞ് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. ആളുടെ കുഞ്ഞു ചേറിലിരുത്തി പൂപ്പിയുടെ മേലുള്ള കൺമഷിയും എല്ലാം തുടച്ചു കൊടുത്തു. കുഞ്ഞിനുറക്കം വന്ന് മാറിൽ പരതിക്കൊണ്ട് ചിണുങ്ങിയതും അഴുക്കായ ഡ്രസ്സെല്ലാം ബിന്നിലേക്ക് ഇട്ടുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. വീട്ടിലേക്ക് എത്തിയ ദക്ഷി ഡോറ് ലോക്കാണെന്ന് കണ്ടതും കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ദക്ഷി ഡോർ ലോക്ക് ചെയ്ത് ടേബിളിലിരിക്കുന്ന ജഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് ഷർട്ടിൻ്റെ ബട്ടൺ അടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. കാശിയുടെ അടുത്തായി പാല് കുടിച്ച് കിടക്കുന്ന അമ്പൂട്ടിനെ ദക്ഷി കുറച്ചു നേരം ഇമ്പട്ടാതെ നോക്കി നിന്നു. 2 പേരും മയക്കത്തിലാണ്. ദക്ഷി പതിയെ ബെഡിലേക്കിരുന്ന് ആ കുഞ്ഞു നെറ്റിയിൽ ഉമ്മ വെച്ച് നിറഞ്ഞ കണ്ണുകൾ ഇറുകിയടച്ച് ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഫ്രഷായി വന്നതും ദക്ഷി ഷെൽഫിൽ നിന്നും ഒരു സിഗരറ്റ് പാക്ക് തപ്പിയെടുത്തതും അതുമെടുത്ത് പുറത്തേക്ക് നടന്നു. സിഗരറ്റ് വലിച്ച് ഓരോന്ന് ആലോചിച്ച് സീറ്റോട്ടിൽ ഇരിക്കുമ്പോഴാണ് ദക്ഷിൻ്റെ അടുത്തായി കാശി വന്നിരുന്നത്. അവളുടെ സാമീപ്യം പറഞ്ഞ് ദക്ഷി തലചരിച്ച് നോക്കിയതും അപ്പോഴേക്കും കാശി സിഗരറ്റ് തട്ടിപ്പറിച്ച് വാങ്ങി പുറത്തേക്ക് എറിഞ്ഞിരുന്നു. വീണ്ടും തുടങ്ങിയോ? എന്ത് പറ്റി ഇപ്പൊ വലിക്കാൻ? ഒന്നുമില്ല. പിന്നെന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? ചെറിയൊരു തലവേദന, അതിൻ്റെ ആകും. കള്ളം. വേറെ എന്തോ ഉണ്ട് നിന്റെ മനസ്സിൽ, പറ. ഇന്ന് എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു. ആര്? ആൽഫി. അതാരാ? ദച്ചുവിൻ്റെ കസിനാണ്. അവിടെ അപ്പാവന് തീരെ വയ്യ. അവർക്ക് കുഞ്ഞിനെ വേണമെന്ന് പറയാൻ വന്നതാണ്. കാശിയുടെ മുഖത്തേക്ക് നോക്കാതെ ഒരുവിധം ദക്ഷി പറഞ്ഞിപ്പിച്ചു. എന്തിന്? ഇത്രയും നാളില്ലാത്ത ബന്ധത്തിനെ ഇപ്പം അവർക്ക്? ഇത്രയും കാലം അന്വേഷിച്ചില്ലല്ലോ. ഇനിയും അങ്ങനെ തന്നെ മതി. നമുക്കത് എങ്ങനെ കാശി പറയാൻ പറ്റുക? നമ്മളെക്കാൾ അവകാശം അവർക്കല്ലേ? എന്തവകാശം? അവൻ നമ്മുടെ കുഞ്ഞ, ആർക്കും കൊടുക്കില്ല ഞാൻ. കാശി, ദച്ചുവിൻ്റെ അവന് തീരെ വയ്യാതെ കിടപ്പാണ്. അയാളുടെ ആഗ്രഹം കുഞ്ഞിനെ കാണാനും കുറച്ച് ദിവസം അവൻ്റെ ഒപ്പം ജീവിക്കാനും. ഒന്നുമല്ലെങ്കിലും അയാളുടെ പേരമകൻ്റെ കുഞ്ഞല്ലേ അമ്പൂട്ടൻ. എന്ന് വെച്ച് കുഞ്ഞനില്ലാതെ ജീവിക്കാൻ നിനക്ക് കഴിയുമോ? കാശിയുടെ ചോദ്യം കേട്ട് ദക്ഷ ഒന്നും മിണ്ടാതിരുന്നു. പറ്റില്ലല്ലേ? അതുകൊണ്ട് വേണ്ട. കുഞ്ഞനെ കണ്ടാൽ വിട്ടുതരാൻ തോന്നിയില്ലെങ്കിലും അവർക്ക്. അതുകൊണ്ട് നീ അവരോട് പറഞ്ഞേക്ക് കുഞ്ഞനെ കാണിച്ചു തരില്ലെന്ന്. ദേഷ്യത്തിൽ അതും പറഞ്ഞ് കാശി ഉള്ളിലേക്ക് പോയതും തൻ്റെ ഫോണിലേക്ക് വരുന്ന കോള് കണ്ട് ദക്ഷ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉയരുന്ന മനസ്സുമായി അവിടെ ഇരുന്നു. പാലമറ്റം എന്ന ബോർഡ് വെച്ച് ഗേറ്റ് കടന്ന് ദക്ഷിൻ്റെ കാർ ഉള്ളിലേക്ക് പ്രവേശിച്ചു. റൗഡിയോടെ തലയുയർത്തി നിൽക്കുന്ന ആ വലിയ തറവാടിൻ്റെ മുറ്റത്ത് ദക്ഷിൻ്റെ കാറ് വന്ന് നിന്നതും വണ്ടിയുടെ ശബ്ദം കേട്ട് ഉള്ളിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി വന്നതും മനസ്സില്ലാ മനസ്സോടെ കോർണർ സീറ്റിലിരിക്കുന്ന കാശി ദക്ഷിണെ നോക്കി മടിയിലിരിക്കുന്ന കുഞ്ഞിനെ തോളിലിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഓപ്പൺ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറന്ന് ദക്ഷിൺ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും അവരെ കണ്ടൊരു ചെറുപ്പക്കാരൻ വേഗം അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ദക്ഷിന് കൈ കൊടുത്തതും പരിചയഭാവത്തിൽ സംസാരിക്കുന്ന ദക്ഷിണെ കണ്ടതും കാശിക്ക് മനസ്സിലായിരുന്നു അത് ആൽഫിയാണെന്ന്. ആൽഫി തന്നെ കാശിക്ക് അവനെ സ്വയം പരിചയപ്പെടുത്തി അവൻ ഇരുവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
അറിയാത്ത സ്ഥലവും ആളുകളെയൊക്കെ കണ്ട് കുഞ്ഞൻ ചുറ്റും നോക്കി കാശിയോട് പറ്റിച്ചേർന്നിരുന്നു. ഇടയ്ക്ക് കുഞ്ഞൻ്റെ ഭാഷയിൽ കാശിയോട് എന്തൊക്കെ പറയുന്നുണ്ട്. അതിനെല്ലാം കാശി മൂളി കൊടുക്കുന്നുണ്ട്. ഹാളിലായിട്ടുള്ള സെറ്റിയിൽ ദക്ഷിൻ്റെ അടുത്തായിരുന്ന് കാശി ചുറ്റും നോക്കി. അവിടെയുള്ളവരൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എല്ലാവരുടെയും നല്ല ആർഭാട ജീവിതമാണെന്ന്. തന്നെ നോക്കി ചിരിക്കുന്നവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അപ്പോഴേക്കും ആൽഫിയുടെ ഭാര്യ റോസ്ലിൻ അവർക്ക് കുടിക്കാനുള്ളത് കൊണ്ടുവന്നിരുന്നു. എനിക്ക് വേണ്ട, ഞാൻ തണുത്തത് കഴിക്കാറില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് കരുതിയിരിക്കുന്ന കാശി റോസ്ലിയെ നോക്കി ചിരി വരുത്തിക്കൊണ്ട് ഇല്ലാത്ത കള്ളം പറഞ്ഞു. കാശി പറഞ്ഞത് കേട്ട് ദക്ഷ അവളിൽ നിന്ന് നോക്കി. പിന്നെ അവരെ മുഷിപ്പിക്കണമെന്ന് കരുതി ട്രെയിൽ നിന്നും ജ്യൂസ് ഗ്ലാസ് എടുത്തു. കുഞ്ഞിന് കൊടുക്കേണ്ടേ? കാശിയുടെ നെഞ്ചിൽ മുഖമമർത്തിയിരിക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് റോസ്ലിൻ ചോദിച്ചു. ഏയ് വേണ്ട, ഇത്തിരി മുമ്പ് കുഞ്ഞിന് പാല് കുടിച്ചത്, ഇനി കുറച്ച് കഴിയാതൊന്നും കഴിക്കില്ല. കാശി പറഞ്ഞത് കേട്ട് റോസ്ലിൻ പിന്നെ ഒന്നും പറയാതെ ദക്ഷിൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ ഗ്ലാസ് വാങ്ങി അവിടുന്ന് മാറി നിന്നു. ആൽഫി, നിന്റെ അപ്പാപ്പൻ എവിടെ? ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് ഉടനെ ഇറങ്ങണം. ദക്ഷ പറഞ്ഞത് കേട്ട് ആൽഫി അവരെയും കൂട്ടി അടുത്തുള്ള റൂമിലേക്ക് പോയി. ആ റൂമിലേക്ക് കടന്നതും ഔഷധക്കൂട്ടുകളുടെ മണം അവരുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. ഒപ്പം ബെഡിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരിക്കുന്ന രൂപത്തിൽ അവരുടെ മിഴികളുടക്കി. കാശിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് ആ മുഖം വിടർന്നതും ദക്ഷ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയെടുത്ത് അയാളുടെ അടുത്തേക്ക് പോയിരുന്നു. ഇതാണോ ഡെവിൻ മോൻ്റെ കുഞ്ഞ്? പ്രതീക്ഷയോടെ ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ വൃദ്ധൻ ചോദിച്ചതും ഡെവിൻ്റെ കുഞ്ഞെന്ന ഉപമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പുറമെ പ്രകടിപ്പിക്കാതെ അതേന്ന് തലയാട്ടിയതും അയാൾ വിറക്കുന്ന കൈകളോടെ കുഞ്ഞിൻ്റെ കവിളിലും തലയിലും തലോടുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദ്യമൊന്നും കുഞ്ഞൻ അപ്പാപ്പൻ്റെ അടുത്തേക്ക് പോയില്ലായിരുന്നു. അപ്പാപ്പൻ്റെ മടിയിലിരുന്ന് കുറുമ്പ് കാണിച്ച് ചിരിക്കുന്ന കുഞ്ഞിനെ കാണുന്തോറും ദക്ഷിൻ്റെയും കാശിയുടെയും നെഞ്ചിരിപ്പ് കയറി. കുറച്ച് സമയം അവരുമായിട്ട് ചിലവഴിട്ടിട്ട് ഇനിയും കുഞ്ഞിനെ ഇവിടെ നിർത്തിയാൽ ശരിയാകില്ലെന്ന് തോന്നിയത് കൊണ്ടാകും ദക്ഷ ഇല്ലാത്ത തിരക്കുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി. ഇത് പാലമറ്റം തറവാടിൻ്റെ കോടികൾ വരുന്ന സ്വത്തിൻ്റെ എല്ലാം പാതി അവകാശം കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ചതിൻ്റെ രേഖയാണ്. ഇറങ്ങാൻ നേരം ദക്ഷിണ നേരെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇത് വേണ്ട, ഇവനുള്ളത് ഞങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ പറഞ്ഞ് പിന്നെ ഒരിക്കലും നഷ്ടബോധം തോന്നരുത്, അതുകൊണ്ട് ഇത് വാങ്ങണം. ഒരിക്കലുമില്ല, ഞങ്ങൾക്കുള്ളതെല്ലാം ഇവനുള്ളതാണ്, ഇതൊന്നും ഇവന് വേണ്ട. ദക്ഷത മടക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞ് കാശിയെ നോക്കി കണ്ണു ചിമ്പി കാണിച്ചതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. നാളെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ കുഞ്ഞൊരു ഭാരമായിട്ട് തോന്നിയാ ഈ തറവാട്ടിൽ ഏൽപ്പിക്കാം. ഞങ്ങൾ സ്വീകരിച്ചോണ്ട് ഇവനെ. ഞങ്ങൾക്ക് ഇവനൊരിക്കലും ഒരു ഭാരമല്ല, ഇനിയൊരു ഭാരമാവുകയില്ല. ഞങ്ങളുടെ കുഞ്ഞ് തന്നെയായി ഇവന്. ഇനിയും നിൽക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങാണ്. അപ്പാപ്പൻ പറഞ്ഞത് കേട്ട് ഉള്ളിൽ അമർഷം മടക്കി നിർത്തി കുഞ്ഞൊരു പുഞ്ചിരി വരുത്തി തീർത്ത് മറുപടിയായി ദക്ഷത പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുത്തവും കുടിപ്പിച്ച് അവരവിടുന്ന് ഇറങ്ങി. വന്നതുപോലെ അല്ല എന്ന് തിരിച്ചിറങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ആശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. അതിൻ്റെ ഫലം വന്നവണ്ണം കാശിയുടെ കൈകൾ തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അതേ, എങ്ങോട്ടാ? വീട്ടിലേക്ക്. കാശിയുടെ ചോദ്യം കേട്ട് ദക്ഷ പറഞ്ഞു. ഇപ്പം പോണ്ട, ഏതായാലും വന്നതല്ലേ, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോകാം. കാശി പറഞ്ഞത് കേട്ട് ദക്ഷ സമ്മതം വന്നവണ്ണം മൂന്നു. ആദ്യം അവർ പോയത് പാർക്കിലേക്കായിരുന്നു. അവിടുന്ന് കുറച്ച് നേരം കറങ്ങി അടുത്തുള്ള മാളിൽ പോയി ഫുഡ് കഴിച്ചു. കാശി ഫുഡ് കഴിച്ച് വാഷ് ചെയ്യാൻ പോയതും ദക്ഷ കുഞ്ഞിനെയും എടുത്ത് ബില്ല് പേ ചെയ്യാൻ പോയി. ബില്ല് പേ ചെയ്ത് കുഞ്ഞിനെ എടുത്ത് ദക്ഷ കാശിയെ കാണാതെ വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു. ഫോൺ നോക്കി നടക്കുന്നതിനാണ് ദക്ഷ തൻ്റെ മുന്നിൽ നടക്കുന്ന പെൺകുട്ടികളെ ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ദക്ഷിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞൻ ഒന്ന് മുന്നോട്ടാഞ്ഞ് അവരുടെ നേരെ മുന്നിൽ നടക്കുന്ന കുട്ടിയുടെ മുടിയിൽ പിടിച്ച് വലിച്ച് ദക്ഷിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് ഒന്നും അറിയാത്ത പോലെ കിടന്നതും ഞെട്ടിപ്പോയി ദക്ഷ ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പായിട്ട് ഫോൺ ചെവിയിൽ വെച്ച് ഒന്നും അറിയാത്ത പോലെ കോൾ ചെയ്യുന്നത് പോലെ നിന്നു. കുറുമ്പ, നീ കണ്ട പെൺപിള്ളാരുടെ കയ്യിൽ നിന്ന് കടി വാങ്ങി തരും എനിക്ക്. ആ പെൺകുട്ടി പോയതും ദക്ഷ കുഞ്ഞനെ നോക്കി പറഞ്ഞതും കുഞ്ഞാപ്പി അവനെ നോക്കി പാൽപ്പല്ല് കാണിച്ച് ചിരിച്ച് ദക്ഷിൻ്റെ തോളിൽ തന്നെ ചാഞ്ഞു കിടന്നതും അവൻ ചിരിയോടെ ആ ഉണ്ടക്കവളിൽ അമർത്തി മുത്തിയതും കുഞ്ഞാപ്പി കുഞ്ഞുകയിൽ കൊണ്ട് അവൻ്റെ മുഖം പിടിച്ച് ദക്ഷിൻ്റെ മുഖം മുഴുവൻ ചുംബിക്കാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ കുഞ്ഞൻ്റെ മേൽ പതിഞ്ഞു നിന്നു. എന്നാൽ അതൊന്നും അറിയാതെ അവർ അച്ഛനും മോനുമുള്ള ലോകത്തായിരുന്നു. അപ്പോഴേക്കും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി കാശി അവിടെ അടുത്തേക്ക് വന്നു. മാളിൽ നിന്നും വേണ്ടതെല്ലാം വാങ്ങിയതിന് ശേഷം ബീച്ചിലേക്ക് പോയി. രാത്രി 8:10 ശേഷമാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത്. രാത്രി കൂപ്പിക്കുള്ള ഭക്ഷണം കൊടുത്ത ആളെ ഹാളിലുള്ള ക്യൂഷനിൽ കിടത്തി കിടക്കാൻ റൂമിലേക്ക് വന്ന കാശി കാണുന്നത് ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന ദക്ഷിൻ്റെ പുറത്ത് കയറിയിരുന്ന് അവൻ്റെ പുറത്ത് ചെയ്ത ഈഗിളിൻ്റെ ടാറ്റു പറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അമ്പൂട്ടിനെയാണ്. രണ്ടുപേരുടെയും ദേഹത്ത് കുപ്പായില്ല. കുഞ്ഞിനിടയ്ക്ക് ടാറ്റുവിൽ അമർത്തി നുള്ളുമ്പോൾ ദക്ഷ വേദന എടുത്ത് വച്ച് വെക്കുമ്പോൾ കുഞ്ഞിന് അടങ്ങി നിൽക്കും. എങ്കിലും വീണ്ടും കുഞ്ഞാപ്പി അത് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുറത്ത് ചെറുതായി മഴ ചാറ്റുന്നുണ്ട്. കൂടെ AC യുടെ തണുപ്പ് കൂടെ ആയതും
വിറച്ചുകൊണ്ട് കാശി ബെഡിലിരിക്കുന്ന റിമോട്ട് എടുത്ത് തണുപ്പ് കുറച്ചതും കുഞ്ഞാപ്പി അവളെ കൂർപ്പിച്ച് നോക്കി ദക്ഷിന്റെ മേലേന്ന് ഇറങ്ങി വന്ന് ബെഡിലിരിക്കുന്ന കാശിയുടെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങി അവളെ കൂർപ്പിച്ച് നോക്കി റിമോട്ട് കൊണ്ട് ദക്ഷിന്റെ അരികിലേക്ക് നടന്നു. ചോ എന്നാ കുഞ്ഞൻ റിമോട്ട് കൊണ്ടുപോയി ദക്ഷിന്റെ കയ്യിൽ കൊടുത്ത് തണുപ്പ് കൂട്ടാൻ പറയുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് തലയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? തണുത്തിട്ട് മനുഷ്യൻ ഇവിടെ ഇരിക്കാൻ വയ്യ. അപ്പോഴാ കുഞ്ഞന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ദക്ഷിണെ നോക്കി അതും പറഞ്ഞ് കാശി ബെഡിൽ കയറി പൊതിച്ച് മൂടി കിടന്നു. കാശി കിടക്കുന്നത് കണ്ട് കുഞ്ഞാപ്പി അവളുടെ അടുത്തേക്ക് പോകാൻ നിന്നതും അതിനു മുമ്പായി ദക്ഷ കുഞ്ഞനെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. ചോ ഞു ഞു നീ പോകണ്ട. കുഞ്ഞനെ വിടാതെ മുറുകെ പിടിച്ച് ആ ഉണ്ടക്കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് ദക്ഷ പറഞ്ഞതും കുഞ്ഞാപ്പി ചുണ്ടു കൂർപ്പിച്ച് നോക്കിയതും ദക്ഷ ചിരിയോടെ ആ കുഞ്ഞിച്ചുണ്ടിൽ ചുംബിച്ചതും കുഞ്ഞന്റെ ചുണ്ടിലെ പാൽമണം അവന്റെ നാസികയിലേക്ക് തുളഞ്ഞു കയറി. വീണ്ടും വീണ്ടും കുഞ്ഞിനെ അവന്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ശ്രമിച്ചുവെങ്കിലും ദക്ഷിന്റെ പിടുത്തം കാരണം അവൻ അതിന് പറ്റിയില്ല. പെട്ടെന്ന് നെഞ്ചിൽ നനവ് തോന്നിയതും ദക്ഷ വേഗം കുഞ്ഞിനെയും എടുത്ത് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എട കുറുമ്പ ആടി കിട്ടണം നിനക്ക്. ദക്ഷ എണീറ്റ് നിന്ന് കുഞ്ഞിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ധനം എനിക്കല്ല, നീനക്കാ കിട്ടേണ്ടത്. ഞാനല്ല നിക്കറി മുള്ളിയത്. കുഞ്ഞനെ ബെഡിൽ നിർത്തി ആളുടെ നനഞ്ഞ നിക്കർ ഊരി മാറ്റി അത് പിന്നിലേക്കിട്ട് ഉടുത്തിരുന്ന് നനഞ്ഞ മുണ്ടു മാറ്റാൻ പോയതും കുഞ്ഞൻ വേഗം കാശിയുടെ അടുത്ത് പോയി കിടന്നു. അയ്യേ, എവിടെ അമ്മയുടെ കുഞ്ഞന് നിക്കറ്? കാശി പൊതിച്ചിരുന്ന ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിഞ്ഞ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആ ഉണ്ടക്കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് ചോദിച്ചു. എന്തോയി? കാശിയോട് ചേർന്ന് കിടന്നുകൊണ്ട് കുഞ്ഞൻ വലിയ കാര്യം പോലെ പറഞ്ഞു. ആണോ? കുഞ്ഞന്റെ മുഖത്തെ സീരിയസ് ഭാവം കണ്ട് കാശിയും വലിയ കാര്യം പോലെ ചോദിച്ചു. നീ ആള് കൊള്ളാലയുടെ കുടുംബ. കുഞ്ഞിന്റെ ഭാവം കണ്ടെന്ന് കാശി ചിരിയോട് ഉള്ളു നിറഞ്ഞ വാത്സല്യത്തിൽ ആ ഉണ്ടക്കവളിൽ അമർത്തി ചുംബിച്ചതും കുഞ്ഞാപ്പി ചിരിച്ചുകൊണ്ട് കാശിയുടെ നെഞ്ചിൽ പരതി മൂക്കുട്ട് രസലാൻ തുടങ്ങിയതും കാശി ചിരിയോടെ കുഞ്ഞനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ചു കഴിഞ്ഞതും കുഞ്ഞൻ ഉറങ്ങിയതും കാശി പതിയെ കുഞ്ഞനെ നെഞ്ചിൽ നടത്തി മാറ്റി ബെഡിലേക്ക് നേരെ കിടത്തി നന്നായി പുതച്ചു കൊടുത്തു. തൻ്റെ ഡ്രസ്സ് ശരിയാക്കാൻ നിന്നതും അതിനു മുമ്പായി ദക്ഷിന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് അവളെ തിരിച്ച് തൻ്റെ നേരെ കെടുത്തിയിരുന്നു. കൈകൾ കൊണ്ട് അർദ്ധനഗ്നമായ മാരടം മറക്കാൻ ശ്രമിച്ച അവൻ്റെ പ്രവൃത്തിയിൽ വിറയലോട് വിളിച്ചു. അവളുടെ വിറയിലിറങ്ങുന്ന വണ്ണം അവനൊരു കള്ളച്ചിരി വിരിഞ്ഞു.